ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലപ്പുറം കൊണ്ടോട്ടിയിൽ ഇന്നലെ നടന്നൊരു സംഭവമാണ്. അതായത് 19 വയസ്സുകാരി തൂങ്ങി മരിച്ചൊരു സംഭവം. ശരിക്കും പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം നമ്മുടെ വീട്ടിലെ ഓരോ പെൺകുട്ടികളുടെ അവസ്ഥ, നാളത്തെ അവസ്ഥ ഇതാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വേദന മനസ്സിലാവത്തുള്ളൂ. കാരണം നമ്മുടെ കുടുംബത്തിലൊരു ഇതുപോലൊരവസ്ഥ വരുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വേദനയുടെ തീവ്രത എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും ഇപ്പോൾ ഇതൊരു ന്യൂസ് എന്ന് അത് കണ്ട് നാളെ വേറൊരു ന്യൂസ് വരുമ്പോൾ നമ്മൾ ഇതങ്ങ് മറക്കും. പക്ഷേ അവരുടെ കുടുംബത്തിലേറ്റ വേദന ഒരിക്കലും ആരെക്കൊണ്ടും മാറ്റാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് മരിക്കാനുണ്ടായ കാരണം കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സങ്കടം തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം ഈ കല്യാണം നടക്കുന്നത് നേരിട്ട് കണ്ടും ഒരു അറേഞ്ച് മാരേജിലൂടെയാണ് ഈ കല്യാണം നടക്കുമ്പം ഈ പെൺകുട്ടിയെ നേരിട്ട് കാണുമ്പം ഇയാൾക്കറിയത്തില്ല ഈ പെൺകുട്ടിയുടെ നിറം ഇതാണ്, ഇനി അത് ഇറങ്ങുമ്പോൾ കറക്കും എന്ന് പറയാൻ ഇയാൾക്ക് എന്തെങ്കിലും ദിവ്യദൃഷ്ടിയോ കാര്യങ്ങളോ ഉണ്ടോ? കാരണം മനുഷ്യനാവും, ചിലപ്പം നിറം ഉള്ളവരുണ്ട്, നിറമില്ലാത്തവരുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യനെ നിറത്തിൻ്റെ പേരിലും അല്ലെ ഒരു സൗന്ദര്യത്തിൻ്റെ പേരിലും കുറ്റപ്പെടുത്താൻ പാടില്ല. ഇയാൾക്ക് അറേഞ്ച് മാരേജ് ആയപ്പം പെണ്ണ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കെട്ടുണ്ടായിരുന്നു, പിന്നെ അതിനെ കെട്ടിയിട്ടാണോ ഇട്ട് കളിയാക്കുന്നത്? പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം, അയാൾക്ക് എത്രത്തോളം അറിവുണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇതിൻ്റെയൊക്കെ പേരിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് സങ്കടപ്പെടുത്തുന്നത് വളരെയധികം തെറ്റാണ്. കാരണം അത് അനുഭവിക്കുന്നവർക്കേ ആ വേദന മനസ്സിലാവത്തുള്ളൂ. ആ പെൺകുട്ടിയുടെ അന്നത്തെ അവസ്ഥ എത്രത്തോളം വലുതാണെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വീട്ടുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നും. നാളെ നമ്മുടെ കുടുംബത്തിലെ ഓരോ പെൺകുട്ടികളുടെ അവസ്ഥ ഇതാണല്ലോ എന്ന് ഓർക്കുമ്പം ശരിക്കും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. കാരണം വിദ്യാഭ്യാസവും അറിവും ഉള്ളവരൊക്കെയാണല്ലോ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തു കൂട്ടുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അതിൻ്റെ ബന്ധു പറയുന്നുണ്ട് 19-ാം വയസ്സിൽ തന്നെ ഞാൻ ഡിവോഴ്സ് ആകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിന് ഒരുപാട് സങ്കടം. ആ ഒരു അവസ്ഥയിൽ ചെയ്തു പോയതായിരിക്കും, പിന്നീടത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ചെയ്തതായിരിക്കും. പക്ഷെ അതിൻ്റെ അവസ്ഥ അതിന് മാത്രമേ അറിയത്തുള്ളൂ, അതിൻ്റെ വീട്ടുകാർക്കേ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്കൊരിക്കലും അതിനെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. പിന്നെ ഇന്നത്തെ ഇങ്ങനെയൊക്കെ അല്ലേ മനസ്സിന് അത്രയും ധൈര്യമുള്ളവരായിരിക്കണം. പോയാൽ പോട്ടെ, എനിക്ക് വേറെ നല്ലൊരു ജീവിതം കിട്ടും, എനിക്ക് പഠനമായിട്ട് മുന്നോട്ട് പോകാം, നല്ലൊരു ലൈഫ് എനിക്ക് വേറെ കിട്ടുമെന്ന് ചിന്തിക്കണമായിരുന്നു. അതായിരുന്നു വേണ്ടത്. പക്ഷെ അത് ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ്. പക്ഷെ അതിനെ വേദനിപ്പിച്ചത് അതിലേറെ തെറ്റാണ്. അതിനെ അങ്ങനെ ഒരു തെറ്റിലേക്ക് നയിച്ച ആ വീട്ടുകാരെയും കുടുംബത്തിനെയും ശരിക്കും നല്ല ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ